അത്തോളി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അത്തോളി ടൗൺ ജുമാ മസ്ജിദിന് സമീപം ആരംഭിച്ച കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യത്തിലും പ്രതിപക്ഷത്തോട് ഏറ്റവും നെറുകേട് കാണിക്കുന്ന ഭരണമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് PM നിയാസ് അഭിപ്രായപ്പെട്ടു. അത്തോളി ടൗൺ ജുമാ മസ്ജിദിനു സമീപം ആരംഭിച്ച അത്തോളി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പള്ളി പൊളിച്ച് അമ്പലം പണിതതിൽ നിന്നുള്ള എതിർപ്പിൽ നിന്നും രക്ഷ നേടാനാണ് പൗരത്വ ഭേദഗതി നിയമം തിടുക്കത്തിൽ മോദി സർക്കാർ നടപ്പാക്കുന്നത്. ഇതെല്ലാം രാജ്യത്തിന്റെ പൂർണ്ണമായ വ്യവസ്ഥയെ ഇല്ലായ്മ ചെയ്യാനുള്ള സംഘപരിവാറിന്റെ അജണ്ടയാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാന കാര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടിച്ചു പിടിച്ചു കൊലപാതകം നടത്തുന്ന അവസ്ഥ ഇന്ത്യയിൽ ഇന്ന് സാധാരണമായിരുന്നു. അത്തരത്തിൽ ചെയ്യുന്നവരെ നടപടിയെടുക്കാൻ ഗവൺമെന്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും തയ്യാറാവുന്നു. നമുക്കെല്ലാവർക്കും മണിപ്പൂരിലെ 100 കണക്കിന് ആളുകളാണ് ഇന്ന് അവരുടെ കിടപ്പാടങ്ങൾ കത്തിച്ചാമ്പലായിരിക്കുന്നത്, അവരുടെ ആരാധനാലയങ്ങൾ കത്തിച്ചിരിക്കുന്നത്, അവരുടെ സ്വന്തം മക്കളെ പെൺകുട്ടികളെ അടക്കം ബലാത്സംഗം ചെയ്തുകൊണ്ട് അവരെ അതുപോലെ എത്ര ആളുകളെ വെടിവെച്ചുകൊണ്ടു എത്ര ആൾ ആക്രമിച്ചുകൊണ്ടു ഇതൊക്കെ കണ്ടിട്ടും ഒന്നും നീങ്ങാതെ ഇവയ്ക്കൊന്നും ഒരു പരിഹാരവും ഉണ്ടാക്കാതെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് ജനങ്ങളുടെ ആശയക്കൊത്ത് ജനങ്ങൾക്ക് പൂർണ്ണമായ കരുതലുണ്ടാക്കേണ്ട സംരക്ഷണം നൽകേണ്ട ഗവൺമെന്റ് അവർ തന്നെയാണ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും ജനങ്ങളെ പൂർണ്ണമായും അവരെ കൊല ചെയ്യുന്ന നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. ഇതിനെതിരായുള്ള അതിശക്തമായ പോരാട്ടമാണ്. പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ TP അബ്ദുൾ ഹമീദ് അധ്യക്ഷനായി. സാജിദ് കോറോത്ത്, ജൈസൽ അത്തോളി, ബിന്ദു രാജൻ, MC ഉമ്മർ, സുനിൽ കൊളക്കാട്, VK രമേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അത്തോളി.